ഹലോ കൂട്ടുകാരെ, ജോൺസൺസ് ഓട്ടോ വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, സപ്പോർട്ട്, കമൻറ്റ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കുള്ള കൂടുതൽ വീഡിയോ എടുക്കാനും ഇവിടുത്തെ ഗ്രാമീണ ഭംഗി കാണിച്ചു തരാനുമുള്ള എൻ്റെ പ്രചോദനം. നമ്മൾ പതിവ് പോലെ സ്റ്റാൻഡിൽ വന്നു. ഇന്ന് കുറച്ച് നേരത്തെയാണ് വന്നത്, കാരണം നമുക്ക് പീരുമേടിന് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പം ബസ്സിൻ്റെ പുറകെ പോകാമെന്നോർത്ത് നമ്മളവിടെ നിർത്തിയിട്ടു. നമുക്ക് നമ്മുടെ കിഴുകാനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രാവിലെ 7:30 പോകുന്ന ഇളഞ്ചിങ്ങത്ത് ബസ്സാണ് നെടുങ്കണ്ടത്തിന് പോകുന്നത്. തിങ്കൾ തൊട്ട് ശനി വരെ നല്ല ആളുള്ള വണ്ടിയാണ്, പണിക്കാരെല്ലാം ഇതിലാണ് പോകുന്നത്. നമ്മൾ ഈ ഓട്ടോ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ബസ്സിലെ കണ്ടക്ടറായിരുന്നു ഞാൻ. അതുകൊണ്ട് ബസ് ഓടിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇന്ന് ഈ വണ്ടി ഇളഞ്ചിങ്ങത്ത് എന്ന് പറയുന്ന വണ്ടി ഓടിക്കുന്നതും നമ്മുടെ ഒരു സുഹൃത്തായ ജോബിയാണ്. കൈസർ ജോബി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അറിയത്തുള്ളൂ. ഇന്ന് രാവിലെ പൊതുവേ ഒരു മഴയൊക്കെയുള്ളൊരു കാലാവസ്ഥയായിരുന്നു. രാവിലെ കുറച്ച് നേരം ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാടിന് നടുക്ക് ബസ് സ്റ്റോപ്പുള്ളൊരു സ്ഥലമാണ്. അവിടെ വെയിറ്റിംഗ് ഷെഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുന്ന് വലത്തോട്ട് കാണുന്ന വഴി കൊല്ലത്തിക്കാവ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ഇവിടുത്തെ പേരുകളൊക്കെ വ്യത്യസ്തമാണ്. അങ്ങനെ നമ്മൾ ചപ്പാത്ത് വന്നു. ചപ്പാത്തൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് ഈ കാണുന്നതാണ് കേട്ടോ ചപ്പാത്ത് പാലം. ഇപ്പം മലയോര ഹൈവേയുടെ പണിയൊക്കെ പൂർത്തിയായതുകൊണ്ട് നല്ല രസമുണ്ട്. ഇതിലെ യാത്ര ചെയ്യാനൊക്കെ നല്ല രസമാണ്. ഈ കാണുന്നതാണ് ചപ്പാത്ത് പാലം. പണ്ട് ഈ പാലം ചെറിയൊരു പാലമായിരുന്നു, ഇപ്പോൾ അത് പുതുക്കി പണിതിട്ടുണ്ട്. അങ്ങനെ മഞ്ഞൊന്നുമില്ല. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞുകളൊക്കെ കാണുന്നതാണ്. അങ്ങനെ നമ്മൾ ഇപ്പോഴൊക്കെ ഏലപ്പാറ റൂട്ടിലോട്ട് പോവുകയാണ്. താഴെ സൈഡിലൊക്കെ ഇപ്പം കുറേ എസ്റ്റേറ്റുകളാണ്, തേയിലയാണ് കൂടുതലായിട്ടും ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ ഏലപ്പാറ അടുക്കാറായിരിക്കുകയാണ്. ഏലപ്പാറ ചെന്നു. ഏലപ്പാറയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ നല്ല എന്തോ അന്തരീക്ഷമൊക്കെ നല്ല സൂപ്പറാണ്. സാധാരണ എപ്പോഴും കുട്ടിക്കാനത്ത് വരുമ്പം നല്ല മഞ്ഞ് കാണുന്നത്. ഇന്ന് കുട്ടിക്കാനത്തും മഞ്ഞില്ലായിരുന്നു. നമ്മൾ ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള മരിയൻ കോളേജ്. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള കോളേജാണ്. അങ്ങനെ നമ്മൾ ഈ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രണ്ടായിട്ട് വഴി തിരിയുക. ഇടത്തോട്ട് നമ്മൾ കുമളിക്ക് പോകുന്ന വഴിയും വലത്തോട്ട് മുണ്ടക്കയം കോട്ടയം പോകുന്ന വഴിയും. അങ്ങനെ നമ്മൾ കുമളിക്ക് പോകുന്ന വഴിയിൽ നമ്മൾ തിരിയുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കുകളൊന്നും ഇല്ലാത്തില്ലേ. ഭയങ്കര ഒത്തിരി കോളേജല്ലേ, ഇഷ്ടംപോലെ കുട്ടികളൊക്കെ വരുന്ന സ്ഥലമാണ്, നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. ഇവിടെ ഈ ഹിമറാണി എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലായിരുന്നു യാത്രക്കാരെയും കൊണ്ട് വരേണ്ടത്. ഇവിടെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഇതാണ് നമ്മുടെ ഇടുക്കി വൈൽഡ് ലൈഫ് സങ്കേതം ആരംഭിക്കുന്നത്. ഇവിടം തൊട്ട് കാട് തുടങ്ങുകയാണ്. ആ പാലത്തിനപ്പുറം വരെയുള്ളൂ ആളുകളുടെ സ്ഥലം. ഇത് നമ്മുടെ ചെക്ക് പോസ്റ്റാണ്. ഈ ചെക്ക് പോസ്റ്റിൽ നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് എൻട്രി ഇല്ല. ഇവിടെ നിന്ന് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഈ ചെക്ക് പോസ്റ്റിനുള്ളിലെ ഉന്നതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ചെക്ക് പോസ്റ്റ് പകൽ ഇവിടെ ഒരാളും രാത്രി 2 പേരുമാണ് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. സ്ഥിരം നമ്മൾ പോകുന്നതായതുകൊണ്ട് നമുക്കിവിടെ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ അവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കും. നമ്മൾ കിഴുകാനത്തോട്ടെത്തി. നമ്മൾ കിഴുകാനത്തോട്ട് ഈ കാണുന്നതാണ് ഫോറസ്റ്റ് ഓഫീസ്. കിഴുകാനത്തെ ഫോറസ്റ്റ് ഓഫീസും കിഴുകാനം എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസും 2-3 കടകളൊക്കെ മാത്രമുള്ളൊരു സ്ഥലമാണ്. ഈ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് വലത് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് കളിത്തോഴൻ എന്ന് പറയുന്ന ബസ് വൈകിട്ട് നിർത്തിയിടുന്നത്. വലത് സൈഡിൽ കാണുന്നത് അൽഫോൻസാമയുടെ ഒരു കുരിശുപള്ളിയാണ്. അതിൻ്റെയും കുറച്ച് ഫ്രണ്ടിയായി ചെറുതായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ മിൽമ. രാവിലെ മാത്രം പാലിളക്കും. അങ്ങനെ നമ്മൾ കിഴുകാനത്ത് ചെന്നു. വൈകിട്ട് ചെറിയൊരു ഓട്ടവും കൂടെ കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ ഒരു കടുങ്കാപ്പിയൊക്കെ കുടിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നിത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.